നമസ്കാരം സുഹൃത്തുക്കളെ. ബിൽഗേറ്റ്സ് പറഞ്ഞൊരു വാക്കുണ്ട്, ദരിദ്രനായി ജനിക്കുന്നത് ഒരിക്കലും നിങ്ങളുടെ തെറ്റല്ല, പക്ഷേ ദരിദ്രനായി മരിക്കുന്നത് നിങ്ങളുടെ മാത്രം തെറ്റാണെന്ന്. എങ്ങനെയാണ് ഒരാൾ കടുത്ത ദാരിദ്ര്യത്തിൽ നിന്നും കോടീശ്വരനായി മാറുന്നത്? വെറും ഭാഗ്യം കൊണ്ടാണോ, അതോ അതിന് പിന്നിൽ കൃത്യമായ വഴികളുണ്ടോ? ദാരിദ്ര്യം എന്നത് വെറുമൊരു സാമ്പത്തിക അവസ്ഥയല്ല, അതൊരു മാനസികാവസ്ഥ കൂടിയാണ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് കയ്യിൽ ഒരു രൂപ പോലും ഇല്ലാത്ത ഒരാൾ എങ്ങനെയാണ് തൻ്റെ ചിന്താഗതിയും ശീലങ്ങളും മാറ്റി ലോകം അറിയപ്പെടുന്ന ഒരു സമ്പന്നനായി മാറുന്നത് എന്നാണ്. ഈ ഒരു 6 മിനിറ്റ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മൂല്യവത്തായ സമയമായിരിക്കും. ഇതിൽ പറയുന്ന 7 ഘട്ടങ്ങൾ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അതിൻ്റെ 1-ാം സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദാരിദ്ര്യത്തിൻ്റെ മൈൻഡ് സെറ്റ് തകർക്കുക എന്നതാണ്. ദാരിദ്ര്യത്തിൽ കഴിയുന്നവർ എപ്പോഴും ഇല്ല എന്ന ചിന്തയിലാണ് ജീവിക്കുന്നത്. എനിക്കതിന് കഴിയില്ല, ഭാഗ്യമില്ല എന്നൊക്കെ അവർ പറയും. സമ്പന്നനാകാൻ ആദ്യം വേണ്ടത് അബണ്ടൻസ് മൈൻഡ് സെറ്റാണ്. പണം സമ്പാദിക്കാൻ സാധിക്കും എന്ന ഉറച്ച വിശ്വാസം. ചെറിയ ലാഭത്തിന് വേണ്ടി ഓടാതെ വലിയ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുക. ലോട്ടറി അടിക്കുമെന്നോ ആരെങ്കിലും സഹായിക്കുമെന്നോ കാത്തിരിക്കരുത്. 2-ാം സ്റ്റെപ്പ് എന്ന് പറയുന്നത് അറിവ് എന്ന വലിയ നിക്ഷേപത്തെക്കുറിച്ചാണ്. ബാങ്ക് അക്കൗണ്ട് നിറയുന്നതിന് മുമ്പ് തലച്ചോറ് നിറയണം. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നരായ വാറൻ ബഫറ്റും എലോൺ മസ്കും ദിവസവും മണിക്കൂറുകളോളം പുസ്തകം വായിക്കുന്നവരാണ്. സ്കൂൾ തരുന്ന അറിവ് നിങ്ങളെ ഒരു തൊഴിലാളിയാക്കിയേക്കാം, പക്ഷേ എന്നാൽ സ്വയം ആർജിക്കുന്ന അറിവ് നിങ്ങളെ ഒരു മുതലാളിയാക്കിയേക്കാം. ഫിനാൻഷ്യൽ ലിറ്ററസി പഠിക്കുക, അതായത് പണം എങ്ങനെ കൈകാര്യം ചെയ്യണം, ടാക്സ് എങ്ങനെ കുറയ്ക്കാം, ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ച് പഠിക്കുക. 3-ാം സ്റ്റെപ്പ് എന്ന് പറയുന്നത് കഠിനാധ്വാനം vs ബുദ്ധിപരമായ നീക്കമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്നത് കൂലിപ്പണിക്കാരനാണ്, പക്ഷേ അയാൾ സമ്പന്നനല്ല. കാരണം അയാൾ തൻ്റെ സമയം വിറ്റാണ് പണമുണ്ടാക്കുന്നത്. സമ്പന്നൻ പണമുണ്ടാക്കാൻ സിസ്റ്റം ഉണ്ടാക്കുന്നു. നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങൾക്ക് പണം തരുന്ന ഒരു വരുമാന മാർഗം, പാസീവ് ഇൻകംസ് കണ്ടെത്തണം. ഒരു സ്കില്ല് പഠിക്കുക, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കോഡിംഗ്, ബിസിനസ് മാനേജ്മെന്റ്, ഇങ്ങനെ ലോകത്തിന് ആവശ്യമുള്ള എന്തെങ്കിലും പഠിച്ചെടുക്കുക. 4-ാം സ്റ്റെപ്പ് എന്ന് പറയുന്നത് പരാജയങ്ങളും അവഹേളനങ്ങളും നേരിടലാണ്. നിങ്ങൾ വളരാൻ തുടങ്ങുമ്പോൾ ആദ്യം നിങ്ങളെ തളർത്തുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ളവർ തന്നെയാകും. നിന്നെക്കൊണ്ട് ഇതിന് പറ്റില്ല, ഇതൊക്കെ വെറുതെയാണെന്ന് അവർ പറയും. പരാജയപ്പെടുമ്പോൾ തളരരുത്. ഓരോ പരാജയവും വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണ്. 1000 തവണ തോറ്റതിന് ശേഷമാണ് എഡിസൺ ബൾബ് കണ്ടുപിടിച്ചത്. കടബാധ്യതകൾ വരുമ്പോൾ ഓടി ഒളിക്കരുത്. അത് എങ്ങനെ വിവേകത്തോടെ തീർക്കാമെന്ന് പ്ലാൻ ചെയ്യുക. 5-ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നെറ്റ്വർക്കിംഗ് എന്ന സമ്പാദ്യമാണ്. യുവർ നെറ്റ്വർക്ക് ഈസ് യുവർ നെറ്റ്വർത്ത്. നിങ്ങൾ കണ്ടുപിടിക്കുന്നത് 5 ദരിദ്രരെയാണെങ്കിൽ 6-ാമത്തെ ദരിദ്രൻ നിങ്ങളായിരിക്കും. വിജയിച്ച ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കുക. ആഡംബര വസ്തുക്കൾ വാങ്ങി പണം നശിപ്പിക്കരുത്. സമ്പന്നർ ആദ്യം നിക്ഷേപിക്കുന്നു, ബാക്കി വരുന്ന പണം മാത്രമാണ് ചിലവാക്കുന്നത്. ദരിദ്രർ ആദ്യം ചെലവാക്കുന്നു, ബാക്കി വന്നാൽ മാത്രം നിക്ഷേപിക്കുന്നു. ചെറിയ തുകയാണെങ്കിലും മാസാമാസം നിക്ഷേപിച്ച് തുടങ്ങുക. 7-ാം സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിജയത്തിന്റെ മധുരം ആസ്വദിക്കലാണ്. ഒടുവിൽ വർഷങ്ങളുടെ കഠിനാധ്വാനത്തിന് ശേഷം നിങ്ങൾ ലക്ഷ്യത്തിലെത്തുന്നു. പഴയ ദാരിദ്ര്യം ഒരു ഓർമ്മ മാത്രമാകുന്നു. സമ്പന്നനായാൽ മാത്രം പോരാ, അത് നിലനിർത്താനും പഠിക്കണം. മറ്റുള്ളവരെ സഹായിക്കാനും സമൂഹത്തിന് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യാനും ശ്രമിക്കുക. സുഹൃത്തുക്കളെ, ഈ മാറ്റം ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്നതല്ല, പക്ഷേ നിങ്ങൾ ഇന്ന് തീരുമാനമെടുത്താൽ നാളെ നിങ്ങളുടെ ജീവിതം മാറും. ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും വരുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പോസിറ്റീവായി ചിന്തിക്കുക, ലക്ഷ്യത്തിലേക്ക് കുതിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അടുത്ത ഒരു നല്ല വീഡിയോയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.